ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു എ ചാനൽ സ്റ്റഡി വിത്ത് മീ. അപ്പം നമ്മളിന്ന് കേരള ഹിസ്റ്ററി ഭാഗത്ത് നിന്നുള്ള ആദ്യത്തെ ടോപ്പിക്കായ യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും ആ ഒരു ടോപ്പിക്കിലെ പാർട്ട് 1 നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. പാർട്ട് 2 വന്നിട്ടുള്ളത്. ഫ്രഞ്ചുകാരെയും ബ്രിട്ടീഷുകാരെയും കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തേത് ഫ്രഞ്ചുകാർ. വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തികളാണ് ഫ്രഞ്ചുകാർ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്നത് 1664 ഈ വർഷം നോട്ട് ചെയ്ത് വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വ്യക്തി കോൾബർട്ട്. ഇന്ത്യയിലെ പ്രധാന ഫ്രഞ്ച് താവളങ്ങൾ മാഹി, കാരയ്ക്കൽ, യാനം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി. തെക്കേ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് തീരത്ത് നിന്ന് അടിമകളെ കയറ്റുമതി ചെയ്യുന്നതിൽ ശ്രദ്ധ ചെലുത്തിയ വിദേശികളാണ് ഫ്രഞ്ചുകാർ. കേരളത്തിലെ ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്നത് മാഹിയിലാണ്. മാഹിയിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോട്ട നിർമ്മിച്ചത് 1724. മാഹിയിലെ ഫ്രഞ്ചുകാരും തലശ്ശേരിയിലെ ഇംഗ്ലീഷുകാരും തമ്മിലുണ്ടായിരുന്ന സംഘട്ടനങ്ങൾക്ക് അവസാനമുണ്ടായ സമാധാന സന്ധിയാണ് 1748 എക്സ് ലാ ഷാപ്പൽ സന്ധി. 1761 ഇംഗ്ലീഷുകാർ മാഹി പിടിച്ചെടുത്തു. എന്നാൽ 1763 പാരീസ് ഉടമ്പടി അനുസരിച്ച് അത് ഫ്രഞ്ചുകാർക്ക് തിരിച്ചു കൊടുത്തു. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടു പോയത് 1954. ബ്രിട്ടീഷുകാർ. കേരളത്തിൽ ആദ്യമായി വന്ന ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫിച്ച്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി എത്തി സാമൂതിരിയെ സന്ദർശിച്ച് വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ക്യാപ്റ്റൻ കീലിംഗ് ആണ് 1615. കേരളത്തിൻ്റെ ചരിത്രരേഖകളിൽ ഷീമ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഇംഗ്ലണ്ട്. 1644 ഇംഗ്ലീഷുകാർ വിഴിഞ്ഞത്ത് ഒരു വ്യാപാരശാല നിർമ്മിച്ചത് രവിവർമ്മയുടെ കാലത്താണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കേരളത്തിലെ പ്രധാന പണ്ടകശാലകളാണ് വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ്. ബ്രിട്ടീഷുകാരുമായി ഉടമ്പടി ഒപ്പുവെച്ച വേണാട് രാജാവാണ് രാമവർമ്മ. കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ ധീരദേശാഭിമാനിയാണ് പാലിയത്തച്ചൻ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ മാതൃകയിൽ നിയമ സംവിധാനം ഏർപ്പെടുത്തിയ ദിവാനാണ് നഞ്ചപ്പയ്യ. തിരുവിതാംകൂറിൽ ആദ്യമായി ബ്രിട്ടീഷ് റെസിഡന്റിനെ നിയമിക്കുന്നത് ധർമ്മരാജയുടെ കാലത്താണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ബ്രിട്ടീഷ് റെസിഡന്റാണ് കേണൽ മക്കാളെ. തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായ സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. തലശ്ശേരി കോട്ട നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ് 1708. 1790 ബ്രിട്ടീഷുകാർ സെന്റ് ആഞ്ചലോ കോട്ടയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും മലബാറിലെ പ്രധാന സൈനിക കേന്ദ്രമാക്കി രൂപപ്പെടുത്തുകയും ചെയ്തു. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ഉടമ്പടിയാണ് 1792 ശ്രീരംഗപട്ടണം സന്ധി. ഇമ്പോർട്ടൻ്റായ ഒരു PYQ ക്വസ്റ്റ്യൻ ആണത്. ബ്രിട്ടീഷുകാർ മലബാറിനെ വടക്കൻ മലബാർ എന്നും തെക്കൻ മലബാർ എന്നും 2 ഭരണമേഖലകളായി വിഭജിച്ച വർഷം 1793 മാർച്ച് 30. വടക്കൻ മലബാറിൻ്റെ ആസ്ഥാനം തലശ്ശേരിയാണ്. തെക്കൻ മലബാറിൻ്റെ ആസ്ഥാനം ചെർപ്പുളശ്ശേരിയുമായിരുന്നു. മലബാർ ബ്രിട്ടീഷുകാരുടെ കീഴിൽ വന്നതോടെ മലബാറിലെ എല്ലാ മുഖ്യന്മാരുടെയും അധികാരങ്ങൾ ബ്രിട്ടീഷുകാർ കവർന്നെടുക്കുകയും അവർക്ക് മാലികാൻ നൽകുകയും ചെയ്തു. കേരളത്തിലെ നാട്ടുരാജ്യങ്ങളിൽ ബ്രിട്ടീഷ് ഏജന്റായി റെസിഡന്റിനെ നിയമിച്ച വർഷം 1788. തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്ന ബ്രിട്ടീഷുകാരനാണ് കേണൽ ജോൺ മൺറോ. ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന കേരളത്തിലെ പ്രദേശമാണ് മലബാർ. ബ്രിട്ടീഷ് റെസിഡന്റുമാരുടെ പരോക്ഷമായി ഭരണം നടത്തിയ പ്രദേശങ്ങളാണ് കൊച്ചിയും തിരുവിതാംകൂറും. ബ്രിട്ടീഷ് കോളനിവത്കരണത്തിൻ്റെ വളർച്ചയെന്ന് പറഞ്ഞൊരു കോളം തന്നിട്ടുണ്ട്, നോക്കാം. മലബാറിൽ ശ്രീരംഗപട്ടണം ഉടമ്പടി നടന്ന വർഷം 1792. ടിപ്പു സുൽത്താനിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചു. 1800 മലബാർ മദ്രാസ് സർക്കാരിൻ്റെ കീഴിലായി. കൊച്ചിയിൽ 1791 ബ്രിട്ടീഷുകാരുമായുള്ള ഉടമ്പടി പ്രകാരം കൊച്ചി ഇംഗ്ലീഷുകാരുടെ സാമന്ത രാജ്യമായി. 1800 കൊച്ചി മദ്രാസ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലായി. തിരുവിതാംകൂർ 1795 ബ്രിട്ടീഷുകാരുമായുള്ള ഉടമ്പടിയിലൂടെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. 1805 തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ ഒരു സൈനിക സഖ്യ രാജ്യമായി മാറി. ബ്രിട്ടീഷുകാരുടെ സമ്പദ് വ്യവസ്ഥ. കേരളത്തിൽ സ്വയം പര്യാപ്തമായിരുന്ന ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തകരാനുള്ള കാരണം ബ്രിട്ടീഷുകാർ ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ ചുരുങ്ങിയ വിലയ്ക്ക് കൈക്കലാക്കുകയും അവരുടെ നാട്ടിലുണ്ടാകുന്ന വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഉയർന്ന വിലയ്ക്ക് ഇവിടെ വിറ്റഴിക്കുകയും ചെയ്തതിനാലാണ്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിന്നും കയറ്റുമതി ചെയ്ത സാധനങ്ങളാണ് നാളികേരം, ശർക്കര, കശുവണ്ടി, കുരുമുളക്, അടക്ക, ഇരുമ്പയിര്. കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്നവ
തുണിത്തരങ്ങൾ, മണ്ണെണ്ണ, പുകയില, പഞ്ചസാര, ലോഹ ഉൽപ്പന്നങ്ങൾ. വ്യാപാരം സുഗമമാക്കാൻ ബ്രിട്ടീഷുകാർ അവലംബിച്ച മാർഗമാണ് മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും നിലനിന്നിരുന്ന വ്യാപാര നിയമങ്ങളെ ഭേദഗതി ചെയ്തത്. ഗതാഗത മേഖല. വ്യാപാരം സുഗമമാക്കാൻ ഗതാഗത രംഗത്ത് അവലംബിച്ച വികസന പ്രവർത്തനങ്ങൾ. റോഡ്, പാലം, റെയിൽപാളം എന്നിവ നിർമ്മിച്ചു. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്, ഓർത്ത് വെച്ചോളൂ. ബേപ്പൂർ മുതൽ തിരൂർ വരെ നീണ്ടുകിടക്കുന്ന റെയിൽവേ പാതയായിരുന്നു കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത എന്ന് പറയുന്നത്. 1861 മാർച്ച് മാസത്തിലാണ് അത് നിർമ്മിക്കുന്നത്. ചരക്ക് ഗതാഗതം സുഗമമാക്കാൻ തുറമുഖങ്ങൾ വികസിപ്പിച്ച പ്രദേശങ്ങളാണ് കൊച്ചി, കോഴിക്കോട്, ആലപ്പുഴ. കാർഷിക മേഖല അല്ലെങ്കിൽ വ്യവസായ മേഖലയിലുണ്ടായ പുരോഗതി. ബ്രിട്ടീഷുകാർ പ്രോത്സാഹിപ്പിച്ച കൃഷിരീതി. കമ്പോളത്തെ ലക്ഷ്യമാക്കിയുള്ള കൃഷിരീതി. നെല്ലിന് പകരമായി വൻതോതിൽ കൃഷി ചെയ്ത വിളയാണ് തെങ്ങ്. കേരളത്തിൽ ഭക്ഷ്യക്ഷാമം പടർന്നു പിടിക്കാൻ കാരണം നെല്ലിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞത്. ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്തത് മരച്ചീനിയായിരുന്നു. മലയോര പ്രദേശങ്ങളിൽ വൻതോതിൽ തോട്ടങ്ങളിലായി കൃഷി ചെയ്ത വാണിജ്യ വിളകൾ കാപ്പി, തേയില, ഏലം, റബ്ബർ. വ്യാപാരാവശ്യത്തിനുള്ള തേക്കുമരങ്ങൾ വച്ചുപിടിപ്പിക്കാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചുമതലപ്പെടുത്തിയത് കലക്ടറായ ഹെൻറി വാലന്റൈൻ കൊണോലിയെ ആയിരുന്നു. നിലമ്പൂരിൽ തേക്കു വെച്ച് പിടിപ്പിച്ച 1500 ഏക്കർ അറിയപ്പെടുന്നത് കൊണോലി പ്ലോട്ട് എന്നാണ്. തോട്ട വ്യവസായം ആരംഭിച്ച പ്രദേശങ്ങൾ വയനാടും ഇടുക്കിയും. കേരളത്തിൽ പ്രധാനപ്പെട്ട തോട്ട വ്യവസായ മേഖലകളാണ് മർഡോക്ക് ബ്രൗൺ, കണ്ണൻദേവൻ കമ്പനി, മലയാളം പ്ലാന്റേഷൻസ് തുടങ്ങിയവ. വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ പ്രധാന കേന്ദ്രം ആലപ്പുഴയായിരുന്നു. ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിക്കുന്നത് ജെയിംസ് ഡാരയുടെ നേതൃത്വത്തിലാണ് 1859. കശുവണ്ടിപ്പരിപ്പ് കയറ്റുമതി ചെയ്യുന്ന ഫാക്ടറികൾ വളർന്നുവന്ന പ്രദേശം കൊല്ലം. ഓട്ടു കമ്പനികൾ ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ. കൈത്തറി നിർമ്മാണശാലകൾ ആരംഭിച്ചത് കണ്ണൂരും കോഴിക്കോടും. ബീഡി തെറുക്കുന്ന കമ്പനികൾ പ്രവർത്തനം ആരംഭിച്ച കാലഘട്ടം 20-ാം നൂറ്റാണ്ടാണ്. 20-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട വ്യവസായശാലകളാണ് ഇവിടെ തന്നിട്ടുള്ളത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം, പുനലൂർ പേപ്പർ മിൽ കൊല്ലം, കുണ്ടറ സിറാമിക്സ് കൊല്ലം, ഫാക്ട് എറണാകുളം, ടാറ്റ ഓയിൽ മിൽസ് കൊച്ചി, അളഗപ്പ തുണിമിൽ കൊച്ചി. ബീഡി വ്യവസായത്തിൻ്റെ കേന്ദ്രമായി വളർന്ന ജില്ലയാണ് കണ്ണൂർ. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. കേരളത്തിൽ നിലവിൽ വന്ന മറ്റു സ്വകാര്യ ബാങ്കുകളാണ് ഇമ്പീരിയൽ ബാങ്ക്, ഇന്ത്യൻ നാഷണൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക്. ബ്രിട്ടീഷുകാരുടെ സംഭാവനകൾ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളത്തിൽ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുവും തയ്യാറാക്കുന്നതിന് കൂടുതൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നത് ജെസ്യൂട്ട് മിഷണറിമാരായിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ്. മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ടാണ്. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരി. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥമാണ്. മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളായ രാജ്യസമാചാരം, പശ്ചിമോദയം എന്നിവ പ്രസിദ്ധപ്പെടുത്തിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ് 1847. വിദ്യാഭ്യാസ മേഖല. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ആശയത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ചത് മിഷണറിമാരുടെ പ്രവർത്തനങ്ങളിലൂടെയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ മിഷണറി സംഘങ്ങൾക്ക് ഭൂമി ദാനമായി നൽകിയത് തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികളായിരുന്നു. കേണൽ ജോൺ മെൻറോ. റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് റെസിഡൻ്റായി നിയമിതനായതാണ് കേണൽ ജോൺ മെൻറോ. തിരുവിതാംകൂറിലെ ആദ്യത്തെ യൂറോപ്യൻ ദിവാനും തിരുവിതാംകൂറിലെ ആദ്യത്തെ റെസിഡൻറ്റ് ദിവാനും ഇദ്ദേഹമാണ്. കൊച്ചിയിലെ ആദ്യത്തെ ദിവാനുമാണ്. 1818 മട്ടാഞ്ചേരിയിൽ ഒരു വിദ്യാലയം സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയത് ഡൗസൺ. നാഗർകോവിൽ ഉൾപ്പെടെയുള്ള തിരുവിതാംകൂറിൻ്റെ തെക്കൻ പ്രദേശങ്ങളിൽ ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയ സാൽവേഷൻ ആർമി വിഭാഗത്തിലെ മിഷണറിയാണ് ട്വിങ്കിൾ ടാബ്. ഭരണശ്ശേരിയിൽ മിഷണറിയായ റവറൻ ഹബീക്കിൻ്റെ നേതൃത്വത്തിൽ ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിതമാകുന്നത് 1841. BEMൻ്റെ നേതൃത്വത്തിൽ
കല്ലായിയിൽ ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിക്കപ്പെട്ട വർഷം 1848. BEMന്റെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ പ്രാഥമിക ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിതമാകുന്നത് 1856. 1862 എല്ലാ മതത്തിലും ജാതിയിലും പെട്ട കുട്ടികൾക്ക് പഠിക്കുന്നതിനായി മലബാർ സ്ഥാപിക്കപ്പെട്ട വിദ്യാലയമാണ് ബ്രണ്ണൻ സ്കൂൾ. മിഷണറി സംഘങ്ങളും പ്രവർത്തന മേഖലകളും എന്നൊരു ബോക്സ് തന്നിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തോളൂ. ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ, ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചി തിരുവിതാംകൂർ, ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാർ. വൈദ്യശാസ്ത്രരംഗം. ആധുനിക വൈദ്യത്തിന് പ്രാധാന്യം ലഭിച്ചത് ബ്രിട്ടീഷ് ഭരണത്തോടെയാണ്. വസൂരി തടയാനുള്ള കുത്തിവയ്പ് ആദ്യം നടത്തിയത് മലബാറിൽ. കേരളത്തിൽ ബ്രിട്ടീഷുകാർ സർക്കാർ ആശുപത്രികൾ ആരംഭിച്ച പ്രദേശങ്ങളാണ് മലബാർ, തിരുവിതാംകൂർ, കൊച്ചി. നിയമവ്യവസ്ഥ. കേരളത്തിലെ പരമ്പരാഗത നിയമവ്യവസ്ഥയിൽ മാറ്റങ്ങൾ വരുത്തിയത് ബ്രിട്ടീഷുകാരാണ്. കൊളോണിയൽ ഭരണത്തിന് മുമ്പ് ജാതി വ്യവസ്ഥയെ അടിസ്ഥാനമാക്കി കേരളത്തിൽ പിന്തുടർന്നിരുന്ന നിയമവ്യവസ്ഥയായിരുന്നു സത്യപരീക്ഷ. ബ്രിട്ടീഷുകാർ കേരളത്തിൽ നടപ്പാക്കിയ നിയമങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ നിയമവാഴ്ച, നിയമത്തിനു മുന്നിൽ സമത്വം എന്നിവയായിരുന്നു. മൈസൂർ ഭരണാധികാരികളുടെ ആക്രമണങ്ങളും ഫലങ്ങളും. ഹൈദർ അലിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ആക്രമണം തുടങ്ങിയ വർഷം 1760. കോലത്തുനാടുമായുള്ള രാഷ്ട്രീയ വിരോധത്തിൽ ഇടപെടാൻ ഹൈദർ അലിയെ ക്ഷണിച്ച കേരളത്തിലെ ഭരണാധികാരിയായിരുന്നു ആലിരാജ. തിരുവിതാംകൂർ, കൊച്ചി എന്നീ പ്രദേശങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹൈദർ അലിയുടെ രണ്ടാമത്തെ ആക്രമണം നടക്കുന്നത് 1773. കൊച്ചി മൈസൂരിൻ്റെ പരമാധികാരം അംഗീകരിക്കുകയും ചെയ്തു. ടിപ്പുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം തെക്കൻ മലബാർ പൂർണ്ണമായും പിടിച്ചെടുത്തത് 1788. ടിപ്പുവിൻ്റെ കേരളത്തിലെ ആസ്ഥാനം ഫറൂഖായിരുന്നു. ടിപ്പു സുൽത്താൻ്റെ കാലത്ത് മലബാറിലെ എല്ലാ ഭരണാധികാരികളുമായി ഉടമ്പടിയിലേർപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്നു അർഷാദ് ബെഗ്ഗാൻ. മലബാറിൽ രണ്ടാം നികുതി പരിഷ്കാരം ഏർപ്പെടുത്തിയത് മിർ ഇബ്രാഹിമാണ്. മലബാറിലെ റോഡുകളുടെ തുടക്കക്കാരനായി അറിയപ്പെടുന്നത് ടിപ്പു സുൽത്താനാണ്. അതൊന്ന് നോട്ട് ചെയ്തോളൂ. അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697. അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാലയായിരുന്നു അഞ്ചുതെങ്ങ്. തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാലയും കോട്ടയും സ്ഥാപിക്കാൻ അനുവാദം നൽകിയത് വേണാട് ഭരണാധികാരിയായിരുന്ന ഉമയമ്മ റാണിയായിരുന്നു. അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിക്കുവാൻ ആറ്റിങ്ങൽ റാണിയിൽ നിന്നും അനുവാദം നേടിയെടുത്ത ബ്രിട്ടീഷുകാരനാണ് ജോൺ ബ്രോബോൺ. അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായ വർഷം 1695. ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15. ആറ്റിങ്ങൽ കലാപത്തിനുള്ള പ്രധാന കാരണങ്ങളാണ് വൻതോതിലുള്ള അഴിമതി, കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേട് തുടങ്ങിയവ. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് തദ്ദേശീയരായ ജനങ്ങൾ പിടിച്ചടക്കിയ കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട. തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്തെ വേണാട് രാജാവ് ആദിത്യവർമ്മയായിരുന്നു. 2021 ഏപ്രിൽ 15 300-ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. 1723 ഒപ്പുവെക്കുന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം അഞ്ചുതെങ്ങ് കലാപമാണ്. 1697 കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. 1721. പഴശ്ശി വിപ്ലവം. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങളായിരുന്നു പഴശ്ശി വിപ്ലവങ്ങൾ. അതിന് കാരണമായ പ്രധാന ഘടകം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണങ്ങളായിരുന്നു. പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മലയായിരുന്നു പുരളിമല. പഴശ്ശി സമരങ്ങളുടെ വേദിയായിരുന്ന പുരളിമല തലശ്ശേരി താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. പുരളിശെമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടത് പഴശ്ശിരാജ. പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിശ്ചന്ദ്ര പെരുമാൾ. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ.
പഴശ്ശിരാജയെ കേരള സിംഹമെന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ വിശേഷിപ്പിക്കുന്നത് പൈച്ചി രാജ, കെട്ടിയോട്ട് രാജ എന്നിവയാണ്. ഒന്നാം പഴശ്ശി വിപ്ലവം. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1793 മുതൽ 1797 വരെ. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു ഇതിൻ്റെ പ്രധാന കാരണം. 1795 ഏപ്രിലിൽ ലഫ്റ്റനന്റ് ഗോർഡന്റെ കീഴിൽ ബ്രിട്ടീഷ് പട്ടാളം പഴശ്ശിയെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് പിടികൂടുവാൻ ഒരു ശ്രമം നടത്തി. പഴശ്ശി രാജാവ് വയനാടൻ മലകളിലേക്ക് പിൻവാങ്ങി ഒളിപ്പോരിൽ ഏർപ്പെടുകയും 1796 ജൂണിൽ കുറ്റ്യാടിയിലുള്ള എല്ലാ ഗതാഗതവും അദ്ദേഹം നിർത്തിച്ചു. ജനങ്ങളെ പഴശ്ശി രാജാവുമായി സഹകരിക്കുന്നതിൽ നിന്ന് നിരോധിച്ചുകൊണ്ട് ബ്രിട്ടീഷ് കമ്മീഷണർമാർ 1795 ഡിസംബർ 18 ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. ഒന്നാം പഴശ്ശി കലാപത്തിൽ മൈസൂർ നാട്ടുരാജ്യത്തിൻ്റെ സഹായത്തോടെ ഇംഗ്ലീഷുകാരെ വയനാട്ടിൽ നിന്നും പുറത്താക്കാനായി പഴശ്ശിരാജ ശ്രമം നടത്തി. 1797 മാർച്ച് 18 ആരുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യത്തെയാണ് നേരിയ ചുരത്തിൽ വെച്ച് പഴശ്ശിപ്പട ആക്രമിച്ചത്? മേജർ കാമറോൺ. ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ചിറയ്ക്കൽ രാജാവാണ്. രണ്ടാം പഴശ്ശി വിപ്ലവം 1800 മുതൽ 1805 വരെയാണ് കാലഘട്ടം. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗമാണ് കുറിച്യർ. പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. പഴശ്ശിരാജാവിൻ്റെ സർവ്വസൈന്യാധിപൻ കൈതേരി അമ്പു നായരാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രമാണ് ഗൊറില്ല യുദ്ധം അല്ലെങ്കിൽ ഒളിപ്പോർ. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത് ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യർ നേതാവായ തലയ്ക്കൽ ചന്തു, അത്തൻ ഗുരുക്കൾ എന്നിവരായിരുന്നു. എടച്ചേന കുങ്കൻ, തലയ്ക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം 1802. തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ പനമരത്തിലാണ്. പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടറായിരുന്നത് തോമസ് ഹാർവി ബേബർ. മലബാറിലെയും തെക്കൻ കാനറയിലെയും മൈസൂരിലെയും ബ്രിട്ടീഷ് പട്ടാളങ്ങളുടെ സർവ്വ സൈന്യാധിപനായി 1800 നിയമിതനായത് സർ ആർതർ വെല്ലസ്ലിയാണ്. 1800 ജൂൺ ജൂലൈ മാസങ്ങളിൽ പടയാളികൾ ബ്രിട്ടീഷുകാരുടെ കൃഷിത്തോട്ടങ്ങളും പടത്താവളങ്ങളും ആക്രമിച്ചു. 1801 കേണൽ സ്റ്റീവൻസിൻ്റെ നേതൃത്വത്തിൽ വയനാട്ടിലെ സമരതന്ത്ര പ്രധാനമായ എല്ലാ സ്ഥലങ്ങളും ബ്രിട്ടീഷ് പട്ടാളം പിടിച്ചെടുത്തു. 1802 ജനുവരിയിൽ കളക്ടർ മേജർ മക്ലോയിഡ് ജില്ലയെ നിരായുധീകരിച്ചു. പഴശ്ശി സൈനികർ അഞ്ചരക്കണ്ടിയെ സുഗന്ധദ്രവ്യ കൃഷിത്തോട്ടങ്ങൾ നശിപ്പിച്ചു. കേണൽ മക്ലോയിഡിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം പഴശ്ശി സൈന്യത്തെ വനങ്ങളിൽ പിന്തുടരുകയും അവരെ ആക്രമിക്കുകയും ചെയ്തു. തോമസ് ഹാർവേ ബേബർ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ 1804 തലശ്ശേരിയിലെ സബ് കളക്ടറായി വന്നു. പഴശ്ശി വിപ്ലവം അടിച്ചമർത്താനുള്ള ചുമതല അദ്ദേഹത്തെ നിക്ഷിപ്തമായി. പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ആർതർ വെല്ലസ്ലിയുടെ നേതൃത്വത്തിൽ തോമസ് ഹാർവി ബേബർ പുൽപ്പള്ളിയിൽ നിയമിച്ച 1200 പോലീസുകാരടങ്ങിയ പ്രത്യേക സേനയാണ് കോൽക്കാർ. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ആർതർ വെല്ലസ്ലി. പഴശ്ശിരാജ മരണമടഞ്ഞ വർഷം 1805 നവംബർ 30. കൊല്ലപ്പെട്ട സ്ഥലം മാവിലാംതോട്, വയനാട് ജില്ലയിൽ. കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഹരിഹരനാണ്. കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് MT വാസുദേവൻ നായർ. കേരളവർമ്മ പഴശ്ശിരാജയുടെ ചരിത്രം വർണ്ണിച്ചുകൊണ്ടുള്ള കൈതക്കൽ ജാതവേദൻ രചിച്ച കൃതിയാണ് വീരകേരളം മഹാകാവ്യം. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് KKN കുറുപ്പാണ്. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് മുണ്ടക്കയം ഗോപി. പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയത് സർദാർ KM പണിക്കറാണ്. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തൻ്റെ വജ്രമോതിരം വിഴുങ്ങിയാണ് പഴശ്ശിരാജ ആത്മഹത്യ ചെയ്തത് എന്ന് പരാമർശിക്കുന്ന നോവലാണ് കേരള സിംഹം. പഴശ്ശി കലാപകാലത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം അഞ്ചരക്കണ്ടി. പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി. പഴശ്ശി ഡാം കണ്ണൂർ. പഴശ്ശി മ്യൂസിയം കോഴിക്കോട്. പഴശ്ശി ഗുഹ മലപ്പുറം. പഴശ്ശിരാജ കോളേജ് പുൽപ്പള്ളി. പഴശ്ശിരാജ NSS കോളേജ് മട്ടന്നൂർ.
കുറിച്യ കലാപം നടന്ന വർഷം 1812. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ്. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കുറിച്യ കലാപം. ഇതൊന്ന് നോട്ട് ചെയ്തോളൂ. കുറിച്യ കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങൾ ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തോമസ് വാർഡൻ ആയിരുന്നു. വയനാട്ടിലെ ഗോത്രവർഗ്ഗക്കാർ നടത്തിയിരുന്ന ഏത് തരം കൃഷിക്കാണ് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത്? വെട്ടുചുട്ടി കൃഷി. 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് TH ബേബറാണ്. കുറിച്യ കലാപത്തിൻ്റെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നതാണ്. കുറിച്യ കലാപം അടിച്ചമർത്തിയത് 1812 മെയ് 8-നാണ്. പ്ലാക്ക ചന്തു, ആയിരം വീട്ടിൽ കോന്തപ്പൻ, രാമനമ്പി തുടങ്ങിയവർ ഏറ്റുമുട്ടലിൽ വധിക്കപ്പെടുകയും മറ്റൊരു പ്രമുഖ നേതാവായ വെൺകലോൽ കേളുവിനെ തൂക്കിലേറ്റുകയും ചെയ്തു. ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ വധിച്ചത് 1812 മെയ് 1-നാണ്. കുറിച്യ കലാപത്തിൽ കുറിച്യരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗമാണ് കുറുമ്പർ. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരിയാണ്. ഇതോടെ കേരള ഹിസ്റ്ററിയിലെ യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും എന്ന ടോപ്പിക്ക് അവസാനിച്ചിട്ടുണ്ട്. അടുത്ത ടോപ്പിക്കുമായി എത്രയും പെട്ടെന്ന് വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.